നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് എപ്പിസോഡ് മാത്രം കാണും, കാരണം അതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫും ഞാനും കൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പിസോഡ് കാണാറാണ്. ആ സമയത്ത് ലൈവ് കാണാറില്ല. പക്ഷേ ഇന്ന് ഏഷ്യാനെറ്റിൽ ഈ പ്രൊമോ വന്നത് മുതൽ ഇന്ന് ആര്യൻ ഖത്തൂരിയ അല്ലേ, അവൻ്റെ പേരിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അവൻ ആ പേരുണ്ടല്ലോ, ആദ്യത്തെ പേര് ആര്യൻ എന്നുള്ള പേരിൽ ഒരു എം ഉണ്ടായിരുന്നെങ്കിൽ അത് തല തിരിച്ചിട്ട വളരെ കൃത്യമായിട്ട് അവനിന്ന് വിളിക്കാൻ പറ്റിയ പേരായിരുന്നു. ആര്യൻ എന്നുള്ളതിന് പകരം അതിൽ ഒരു എമ്മും കൂടി ചേർത്തിട്ട് തിരിച്ചിട്ടിട്ട് നിങ്ങൾ തന്നെ വായിച്ചോളൂ. സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ പറയാത്തതാണ്. കാരണം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്കറിയില്ല ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഏത് രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇവനെക്കുറിച്ച് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓനെ പറയണോ അവൻ്റെ വീട്ടിലുള്ള തന്തനെന്നുള്ളതിനും പറയണമെന്ന് എനിക്കറിയില്ല. റീസൺ എന്താണെന്നറിയോ? നോക്കൊന്ന് ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ വന്നു അല്ലേ, അതായത് അഡ്വക്കേറ്റ് ശൈത്യ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സെഷനിൽ ആ ലൈഫ് സ്റ്റോറി പറയുന്നു. ഇവൻ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് കയറി ചൂടാവുന്നു. പുറകെ ഷാനവാസ്, അക്ബർ ഇവരെല്ലാം കയറി ചൂടാവുന്നു. പിന്നെ റെനയോട് ചൂടാവുന്നൊക്കെ ഒരു സീന് കണ്ടു അല്ലേ. ഞാൻ റെനയുടെ കേസ് അങ്ങനെ കണ്ടില്ല. റെന ഞാൻ ശ്രദ്ധിച്ചു, റെനയുടെ കേസ് ഞാൻ കണ്ടില്ല. പക്ഷേ ശൈത്യ സ്റ്റോറി പറഞ്ഞ് അമ്മേനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുതൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആര്യൻ കഴുത്തിൻ്റെ ബാക്കിൽ കൈ വയ്ക്കുക, തല താത്തുക, എന്തൊക്കെ അവന് കാണിക്കണമെന്ന് വെച്ചില്ല. എന്താ അവൻ്റെ പ്രശ്നം എന്നുള്ളത് എനിക്ക് വേറെ പല വാക്കുകളാണ് ശരിക്കും ഇതിൽ വരുന്നത്. ഈ വീഡിയോയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കണ്ട സമയത്ത് തോന്നിപ്പോയത്. നമുക്കൊരാളെ ലൈഫിൽ ഒരാളുടെ ജീവിതകഥ കേട്ട് കഴിഞ്ഞാൽ, അയാൾ പറയുന്ന സംഭവം കേട്ട് കഴിഞ്ഞാൽ ചില മനുഷ്യന്മാർക്ക്, ഈ മനുഷ്യന്മാർക്കല്ല, ചില ജന്തുക്കൾക്ക് അല്ലേ, അങ്ങനെ പറയാം, ചില ജന്തുക്കൾക്ക് ഈ മനസ്സാക്ഷി ഇല്ലാത്ത ചില ആൾക്കാരുണ്ടായിരിക്കും. ദർ ആർ സർട്ടൻ പീപ്പിൾ, വീണ്ടും ഞാൻ പറയുന്നു, ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജീവിതത്തിൽ യാതൊരു കഷ്ടപ്പാടുകളും അറിയാതെ, സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വില പോലും അറിയാതെ, അവരുടെ ആ ബന്ധങ്ങൾക്ക് വില പോലും അറിയാതെ, മെച്യൂരിറ്റി ഇല്ലാത്ത ഇതുപോലെ പാൽക്കുപ്പി ചില ഹിന്ദിക്കാരുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും. ചില പാൽക്കുപ്പി ഈ മലയാളം ബിഗ് ബോസിലേക്ക് ഇതുപോലത്തെ എരപ്പന്മാരെ കെട്ടിയെടുക്കുന്ന സമയം അല്ല, അവൻ എക്സ്പോസ്ഡായി. കാരണം എന്താ വെച്ചാൽ ശൈത്യൻ്റെ സ്റ്റോറി പറയാണ്. പല ആൾക്കാർക്കും പല ആൾക്കാരുടെ സ്റ്റോറി കേൾക്കുന്ന സമയത്തും ചിലപ്പോൾ ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്താ അവർ പറയുന്നതൊക്കെ തോന്നുമായിരിക്കാം. അത് മറ്റൊരാളുടെ സ്റ്റോറി കേൾക്കുന്ന സമയത്താണ്. പക്ഷെ എന്നാലും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്താ അറിയോ, മര്യാദയ്ക്ക് വളർത്തണം. ഞാൻ എപ്പോഴും ഞാനിപ്പോൾ വൈഫിനോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഇത് ഇവനെ പറയണ്ട, ഇവനെ വളർത്തി വലുതാക്കി ഇവൻ്റെ തന്തനെയും തള്ളേനെയാണ് പറയേണ്ടത്. ഞാൻ അച്ഛനെയും അമ്മേനെയൊന്നും കൂടി പറയുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം പിടിച്ചു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദേഷ്യം പിടിച്ചു. ബിഗ് ബോസ് ഷോ അല്ല വേറെ വല്ല ഷോ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് 100% ഉറപ്പാണ് അഭിലാഷിൻ്റെ അടുത്ത് അവന് പൊട്ടിയിട്ടുണ്ടാവും. അഭിലാഷ് മാത്രമല്ല, ഇവൻ എന്താ പറയുക, ഷാനവാസും അക്ബറും കൂടി പറയുന്നുണ്ട്. ഇവൻ കിടന്ന് ചിരിക്കാനും ഇവൻ്റെ താങ്ങിയുണ്ടല്ലോ ഗിസേല്, എനിക്ക് അവളോട് എന്തൊരു ദേഷ്യം വന്നറിയോ. ബിറ്റങ്ങളൊക്കെ പിടിച്ച പോലെ ഹിന്ദി ബിഗ് ബോസിലും കൊണ്ടിടണം. ഹിന്ദി ബിഗ് ബോസ് എന്താ 9 കൊല്ലം മുന്നേ അവിടെ പോയിട്ട് എന്ത് കാട്ടിയവള്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഇമ്പ്രഷനെ പോയിന്ന്. അതായത് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവന് ഒരാളുടെ ലൈഫിനായിട്ടോ ഒരാളുടെ ജീവിത എന്താ പറയുക സാഹചര്യങ്ങളോ എന്താ പറയുക, അതിനോടൊന്നും ഒരു 10 പൈസ വിലയില്ല ഇവന് എന്നുള്ളത്. മറ്റുള്ളവരുടെ ജീവിതത്തിന് അവർ കടന്നു വന്ന വഴികളിലോ ചിന്തിക്കാനുള്ളൊരിതില്ല. 23-ാമത്തെ വയസ്സിൽ നമ്മളെ നാട്ടിലുണ്ട് നല്ല കുട്ടികളുണ്ട്. 23 ആവണ്ട, 14, 15, 13 വയസ്സുള്ള മക്കളെ നമുക്കിന്ന് കാണാൻ കഴിയും. നമുക്ക് മലയാളികൾക്കിടയിൽ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നതും മറ്റവൻ്റെ വിഷമത്തിൽ ഇതുപോലെ ഇരുന്ന് ഇളിക്കാത്ത സാധനങ്ങൾ. ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല, അത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു പോയി. ശരിയാണ്, ശൈത്യയുടെ സ്റ്റോറി കേൾക്കുമ്പോൾ ശൈത്യം എന്തെങ്ങനെ ഓവറാക്കി പറയുന്നത് ചില ആൾക്കാർ തോന്നിപ്പോവാം. പക്ഷെ കൂടെ നിൽക്കുന്ന, ആ ഹൗസിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സഹ മത്സരാർത്ഥിയാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്. അവരവരുടെ വിഷമം പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ ലൈഫിൽ അത്രയധികം വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഈ വാണത്തിന് അത് വല്ല അറിയണം. ഈ വാണക്കുറ്റിക്ക് ആര്യൻ എന്നല്ല അവനെ വിളിക്കേണ്ടത്, അവനെ കത്തൂറിയ എന്നാണ് വിളിക്കേണ്ടത്.
എനിക്ക് അവൻ്റെ പേരിൽ തന്നെ ഉണ്ട് അവനെ അത്യാവശ്യം നല്ല രീതിയിൽ വളച്ചൊടിച്ചുണ്ടാക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ വയ്യ. അവൻ്റെ എന്താണ്, എനിക്ക് സത്യം പറയാലോ, നമ്മളാരുമല്ല ഇവരൊന്നും. പക്ഷെ എന്നാലും ചില സമയത്ത് ചില ഷോ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ടേ, ഞാൻ സത്യം പറഞ്ഞതാണ് ഇന്നിപ്പോൾ ഈ എപ്പിസോഡ് പോലും കാണാതെ ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഇടാൻ കാരണം എന്താണെന്നറിയോ, എനിക്ക് ഞാൻ ഈ ഷോ കണ്ട് ഇതിൽ പല കാര്യങ്ങളും റിവ്യൂ ചെയ്യുന്ന ആയതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഇൻവോൾവ് ആയി പോകും. ഇവൻ്റെ 2 ദിവസമായിട്ട് അവൻ്റെ എല്ലിൻ്റെ ഇടയിൽ മറ്റേ സാധനം കയറി കിടക്കുകയാണ്. 2-3 ദിവസമായി അവന് തുടങ്ങിയിട്ട്, കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ, ഒന്നും ഇല്ലാതിരിക്കട്ടെ. മറ്റൊരാളെ ഒരു അമ്മേനെയും അച്ഛനെയൊക്കെ പറ്റി അത്രയും വിഷമത്തിൻ്റെ കഥ പറയുമ്പോൾ ഇരുന്ന് ഇളിക്കുകയാണ്. എരപ്പാളി. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്കൊരൊറ്റ അഭിപ്രായം ഇതിലുള്ളൂ. വളരെ തെമ്മാടിത്തരം, തൊട്ടിത്തരം, എരപ്പാളിത്തരം, ചെറ്റത്തരാണ് അവൻ ചെറ്റയാണ്. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. ഞാൻ സാധാരണഗതിയിൽ എൻ്റെ വീഡിയോസിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. അവൻ ചെറ്റ. സിംപ്ലി പറയുകയാണെങ്കിൽ അവൻ മാത്രമല്ല, അവനെ വളർത്തിയിട്ടുള്ള ആൾക്കാർ വരെ. അവൻ്റെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മകൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മകന് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ കിടന്ന് ഇതുപോലെ ഇളിക്കരുത് എന്നുള്ളത്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് ഇതുപോലെ ഫണ്ണാക്കി എടുക്കരുതെന്ന്. അത് പഠിപ്പിച്ചു കൊടുക്കുക വീട്ടിലുള്ളവർ. ആരെങ്കിലും അതുപോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അതല്ല വീട്ടിലുള്ളവരും ഇതേ കപ്പാക്കിറ്റിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മിക്കവാറും അതുതന്നെയായിരിക്കും. കാരണം വീട്ടിൽ നിന്ന് പിന്നെ തന്തയും തള്ളി എന്താ കാട്ടുന്നതനുസരിച്ചാണല്ലോ മക്കൾ പഠിക്കുക, അല്ലേ? വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇത്രയും സീരിയസ് ആയിട്ട് ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് ഇതുപോലെ ഇരുന്ന് വിളിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഈ എപ്പിസോഡ് റിവ്യൂ പറയുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ആ എപ്പിസോഡ് കാണാനുള്ള, ഞാൻ ആക്ച്വലി നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. കാരണം ആ പ്രൊമോ വന്ന സമയത്ത് അവൻ്റെ ഇത് ചോദിക്കാൻ ചെന്ന സമയത്ത് അവൻ വലിയ ആളായിട്ട് അവൻ്റെ ചെരുപ്പെടുത്തുകാരൊക്കെ ഉണ്ടായി, പ്രശ്നം ഉണ്ടാക്കി ബിഗ് ബോസിന് കംപ്ലൈൻ്റ് ആണ്. എന്തായാലും ഇപ്പോൾ ആ ഇഷ്യൂ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിടാൻ പാടില്ല. ഡെഫിനറ്റ്ലി ഇത് ചോദിക്കണം എന്ന് നിർബന്ധമാണ്. ഇത് ഏഷ്യാനെറ്റിൻ്റെ ആർക്കാ എനിക്കറിയില്ല, എനിക്ക് ആരതിൻ്റെ പുറകെ ഇത് എവിടേക്ക് എത്തും എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ വീഡിയോ കൊണ്ട് വല്ല കാര്യം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് ലാലേട്ടൻ ചോദിക്കണമെന്ന് മാത്രമല്ല, അവനെ കൊണ്ട് മാപ്പ് പറയിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവൻ അവിടെ അധിക്ഷേപിച്ചിരിക്കുന്ന ആ ശൈത്യൻ്റെ അച്ഛനെയും അമ്മേനെയാണ്. ആ അച്ഛനും അമ്മയും എത്രത്തോളം വിഷമം സഹിച്ചിട്ടുണ്ടാവും ആ കുട്ടി ചെറുതാകുമ്പോൾ എന്നുള്ള ഏകദേശം അതിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ മനസ്സിലായി. പറയുന്ന ആൾക്കാർക്കും പലർക്കും പല രീതിയിലായിരിക്കും പറയുക, അതെല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിൻ്റെ അടുത്ത് അങ്ങനെ വിളിക്കുകയല്ല. അപ്പോൾ ഇവൻ ഇവിടെ അപമാനിച്ചിരിക്കുന്നത് ശൈത്യനെയല്ല, ശൈത്യയുടെ പാരൻസിനെയാണ്. അതിനിവൻ പരസ്യമായിട്ട് ഇവനെ കൊണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ മാപ്പ് പറയിക്കണം. അല്ലാണ്ട് വിടരുതവനെ. അവൻ്റെ ഇംഗ്ലീഷും അവൻ്റെ ബോളിവുഡും സത്യം ഒന്നും പറയാനില്ല. ക്ഷമിക്കണം, ഞാനിത് ഈ ലാംഗ്വേജിൽ ഞാൻ നിർത്തണം വിചാരിച്ചതല്ല, ഇതിൽ അപ്പുറം പറയണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അവൻ ചെയ്തത് ശരിയായോ? അങ്ങനെ ഒരുത്തും ചെയ്യാൻ പാടുമോ? ഒരാൾ ഇത്ര സീരിയസ് ആയിട്ട് വർത്തമാനം പറയുന്ന സമയത്ത് ഈ രീതിയിലുള്ള വർത്തമാനം പറയാൻ പാടുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.